ഒരു സ്വീപ്പർ ജോലി പോയാൽ എക്സ് സ്വീപ്പർ എന്ന് പറയാറുണ്ടോ? ഇല്ല. മിനിസ്റ്റർ ആണെങ്കിലോ എക്സ് മിനിസ്റ്റർ എന്ന് പറയും. കാരണം അടുത്ത തസ്തിക വയ്ക്കാനില്ലെങ്കിൽ മിനിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഇസ്ലാം റെലവൻ്റ് ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് എക്സ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പേര് പറയാതിരിക്കാനുള്ളതാവും വേണ്ടത്. അപ്പോൾ ആ ഏറ്റവും റെലവൻ്റായ ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴേ ആ എക്സുകാരൻ്റെ അടിത്തറ തന്നെ ഉള്ളൂ എന്നതാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ലിബറലിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോഴേ ഈ ലിബറലിസ്റ്റ് ആശയം നമ്മുടെ നാട്ടിന് വലിയ അപകടമാണ്. ഒന്നാണിതെല്ലാം. ലിബറൽ എന്ന് പറയുന്നത് ഐഡിയോളജിയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി, ലിബറലിസ്റ്റ് ഐഡിയോളജിയുടെ മറ്റൊരു മുഖമാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോൺ മുസ്ലിം ആണല്ലോ എല്ലാവരും. മുസ്ലിം അല്ലാത്ത എല്ലാവരും നോൺ മുസ്ലിം അല്ലേ? എക്സ് മുസ്ലിമും നോൺ മുസ്ലിം അല്ലേ? വെജും നോൺ വെജും പോലെയല്ലേ അത്? നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലിബറൽ ഹ്യൂമനിസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ലിബറലിസം ഏതാണ്? അതല്ല ഇന്നത്തെ ലിബറലിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് യാതൊരു അച്ചടക്കവും പാടില്ല, ആർക്കും വിധേയപ്പെടാൻ പാടില്ല, എവിടെയും നിയന്ത്രിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നൊരാശയം. ഇപ്പോൾ കുട്ടികൾക്കിടയിൽ കുട്ടികൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ 3 ആൾ ഒരേ ബൈക്കിൽ അതിവേഗത്തിൽ പോകുമ്പോൾ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതാണ് ലിബറലിസം എന്നാണ് മനസ്സിലാക്കിയത്. അതാണ് ലിബറലിസം. അപ്പം ഞാൻ പറഞ്ഞു, മയക്കുമരുന്ന് കൊണ്ട് ഇപ്പോൾ ഈ നാട്ടിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇതൊക്കെ ഈ ആശയത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നു. വാപ്പ മക്കളെ നിയന്ത്രിക്കാൻ പാടില്ല, മുതിർന്നവർ ചെറിയ ആളുകളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്ന അരാജകത്വം വരുന്നതോടുകൂടി മയക്കുമരുന്നും മദ്യവും അത്തരം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അത് ഉണ്ടാകരുതല്ലോ. അപ്പോൾ അത്തരം ആശയങ്ങളാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അതിനെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇപ്പോൾ CA വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ വഖഫ് ഭേദഗതി, ഇതിലൊക്കെ ആദ്യമായിട്ട് ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് ഒന്നില്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദ് സംഘടനകളാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആശങ്കയുള്ള ഒരു മുസ്ലിം സമൂഹത്തിന് അവരാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. നമ്മൾ തീരുമാനങ്ങൾ സമരം ചെയ്താലേ ഒന്ന് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നും ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു വിഷയമാണ് എന്നും വരുത്തി തീർത്ത് ആ വകയിലെങ്കിലും കുറച്ച് ആളുകളെ കൂട്ടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഇതൊരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്, ഭരണഘടനയുടെ പ്രശ്നമാണ്. അത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യേണ്ടതല്ല. ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രം വേറിട്ടുകൊണ്ട് സമരം ചെയ്യാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ ആശയം. ഞങ്ങൾ ആ വിഷയത്തിൽ സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ നടത്തും, ആശയം പറയാൻ വേണ്ടി. എന്നല്ലാതെ ഒരിക്കലും ഒരു സമരം ഇത്തരം വിഷയങ്ങളിൽ വേറിട്ട് നടത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ആ ഒരു ചാൻസ് അവർ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ഫോട്ടോ കാണിച്ചോട്ടെ, അതൊക്കെ വലിയ അപകടമല്ലേ? ഇഖ്വാനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നതിനെ ഞങ്ങളിപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ബേസ് എന്ന് പറയുന്നതിന് തുല്യമാണത്. കാശ്മീരിലെ സംഭവം നടന്നല്ലോ. അവിടുന്ന് കുറെ മുമ്പ് കാശ്മീരിലെ കുട്ടികളെ മർക്കസിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക, എങ്ങനെയായിരുന്നു ആ സംഭവം നടന്നത്? അത് കശ്മീർ ഭൂമിയിലെ സ്വർഗമാണെന്ന് പറയുമല്ലോ. അത് കാണാനുള്ളൊരാഗ്രഹം എനിക്കും വല്ലാതെ ഉണ്ടായിരുന്നു. കശ്മീരി കുട്ടികൾ ഒറ്റവിട്ട് മർക്കസിൽ പഠിക്കാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും, അവർ പറയും ഉസ്താദിന് ഒരു മകനേ ഉള്ളൂ, ഞങ്ങൾ കൊണ്ടുപോകില്ല. അപ്പോൾ ഒരിക്കൽ ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരാൾ നിർബന്ധിച്ച് കൊണ്ടുപോയി. ചെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇവിടുന്ന് കേൾക്കുന്നൊന്നും അവിടെ ഇല്ല. പക്ഷെ ഞാൻ പോയ അന്ന് മുതൽ ഇങ്ങോട്ട് ഒരുപാട് പുരോഗതിയാണ് കേട്ടോ. അന്ന് മുട്ടിന് പരിശോധന ഉണ്ടാകും, രാത്രി വണ്ടി ഓട്ടാൻ പറ്റൂല, പോവുകയാണെങ്കിൽ പിന്നെ ലൈറ്റ് ഇട്ട് പോകണതൊക്കെ ഉണ്ട്. ഏത് വർഷത്തെ കാര്യം? ബിഫോർ 20 years. അപ്പോൾ അന്ന് ഞങ്ങൾ പോയ സമയത്ത് കശ്മീരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ താല്പര്യം. ഒരു ഓർഫനേജും ഒരു സ്കൂളൊക്കെ. അന്നത്തെ ചീഫ് മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സയ്യിദിനെ കണ്ടു, ഈ ആശയം പറഞ്ഞു. മുഫ്തി പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയാലും അത് തുടങ്ങി വരുമ്പോഴേക്ക് 2-3 വർഷം എടുക്കും. കേരളത്തെ പോലെയല്ല, മറ്റ് സ്റ്റേറ്റ് പോലെയൊന്നും അല്ല. തൽക്കാലം ഞാൻ കുറച്ച് ഓർഫൻസിനെ തരാം, അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ നോക്കി, അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 100 കുട്ടികളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ 100 കുട്ടികൾ അവർ അനൗൺസ് ചെയ്തു. 300 ചില്ലാനും കുട്ടികൾ ട്രെയിനിൽ 3.5 ബോഗിയിലാണ് നിറച്ചും വന്നത്. മർക്കസിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ പള്ളിയിലേക്ക് താമസിപ്പിച്ചു. ആ കെട്ടിടം അവർക്ക് ഒഴിഞ്ഞു കൊടുത്തു. അവരവിടെ താമസിച്ചു. ആ കുട്ടികൾക്ക് തീരെ അച്ചടക്കം, ഒരു ജീവിതശൈലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ നാടിൻ്റെ വ്യത്യാസമാണ്. അവിടെ എല്ലാ സ്ഥലത്തും പുൽത്തകിടുകളായിരിക്കും, എവിടെയും ചെന്നിരിക്കും. ഇവിടെ വന്ന് അതുപോലെ അവരിരുന്ന ചെളിയാകും. ആ ചെളിയായിട്ട് പോയിട്ട് കിടന്നുറങ്ങും. പക്ഷെ 4 മാസം കഴിഞ്ഞ് മുഫ്തി തന്നെ വന്നു ഇവിടെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അന്ന് ഈ കുട്ടികൾ നല്ല യൂണിഫോം ധരിച്ച് ഡ്രില്ലൊക്കെ ചെയ്ത് സ്കൗട്ട് അവർ പരേഡൊക്കെ നടത്തിയപ്പോൾ മുഫ്തി തന്നെ അത്ഭുതപ്പെട്ടു. ആ കുട്ടികൾ പോയിട്ട് ഇപ്പോൾ 1000-ഓളം കശ്മീരി കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം. കശ്മീരികൾ പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഒരു ഭീകരാന്തരീക്ഷമൊന്നുമില്ല. ഇത് 30 വർഷമായിട്ട് അനുഭവിക്കുന്നതല്ലേ. അത് യൂസ്ഡ് ആയിപ്പോയിട്ടുണ്ട് ആളുകൾക്ക്. അത് അവിടെ നമ്മളിവിടുന്ന് കേൾക്കുമ്പോൾ കശ്മീരിലാണ്, കശ്മീരികൾക്ക് പഹൽഗാമിലാണ്, പഹൽഗാമിൽ പോയാൽ അത് ഇന്ന മലയുടെ മുകളിലാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അത് ഇഷ്യൂ ഉണ്ടാവും. തിരിച്ച് ഇവിടെ അങ്ങനെ തന്നെ. വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായിന്ന് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വരാത്ത ആളുകളുണ്ട്. കേരളത്തിൽ നിന്നാണല്ലോ കേൾക്കുക. വയനാട്ടുകാർ തന്നെ അതൊരു കുഗ്രാമമായിട്ടാണല്ലോ അതിനെ കാണുക. ആ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അവിടെ തിരിച്ചു ചെന്ന് അവർ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 30 സ്കൂള് ഞങ്ങളുടെ കീഴിൽ കശ്മീർ വാലിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അന്ന് വന്ന കുട്ടികൾ ഡോക്ടർമാരുണ്ട്, എൻജിനീയേഴ്സുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കലോത്സവങ്ങളിൽ സ്ഥിരമായി ഇവർ ഈ ബോക്സിങ്ങിലും അതുപോലെ ഉറുദു സാഹിത്യത്തിലും ഇവരാണ് എപ്പോഴും ഫസ്റ്റും സെക്കൻഡൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ PG റാങ്ക് വാങ്ങി ഉറുദു സാഹിത്യത്തിൽ. അങ്ങനെ കശ്മീരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഞങ്ങൾ ഗുജറാത്തിൽ പോയപ്പോൾ പലരും പറഞ്ഞു ഗുജറാത്തിലേക്ക് ആണിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചില പത്രങ്ങളൊക്കെ അതിനെ മോശമാക്കി എഴുതിയിരുന്നു. ഗുജറാത്തിൽ ഞങ്ങൾക്കിപ്പോൾ 13 സ്കൂളുണ്ട്. ഒരു സ്കൂളിലൊരിക്കൽ ഞാൻ ചെന്നപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഒരു വയസ്സായ ടീച്ചർ പറഞ്ഞു, ഞാനൊരു പട്ടേൽ സമുദായത്തിൽപ്പെട്ട ഹിന്ദുവാണ്. പൊതുവേ മുസ്ലിം സ്കൂളിൽ ഞങ്ങൾ ജോലിക്ക് പോകാറില്ല, കുട്ടികളും വരാറില്ല. ഞാൻ റിട്ടയറായി, വീട്ടിൽ വകുപ്പൊന്നുമില്ല, അതുകൊണ്ട് വന്നതാണ്. വരുമ്പോൾ എനിക്ക് 2 ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, അരയിൽ കത്തിയുണ്ടാകും. മറ്റൊന്ന്, ഇവർക്ക് വൃത്തിയില്ല. അപ്പോൾ ഞാൻ വന്നൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ മൂത്രം ഒഴിക്കാൻ പോയി തിരിച്ചു വന്നാൽ ഒരു തുള്ളി മൂത്രം പാൻസിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴുകാൻ പോകും. അപ്പോൾ അവർക്ക് എന്താണ് മാലിന്യം, എന്താണ് മാലിന്യമല്ലാത്തത്, അതെങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് തുടങ്ങി എല്ലാ കാര്യങ്ങളും മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവരത്രയും ശുദ്ധിയുള്ളവരാണ് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ചിലപ്പോൾ കോകരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ഞാൻ സ്കൂൾ വിട്ട് വൈകി നിന്നാൽ വീട്ടിൽ നിന്ന് വിളിക്കും അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയും ഐ ആം മോർ സേഫർ അറ്റ് സ്കൂൾ ദാൻ അറ്റ് ഹോം. അതെനിക്ക് ഇവരുടെ കൂടെ ജീവിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ വന്നതിന് ശേഷം ഈ കാണുന്ന ടീച്ചേഴ്സൊക്കെ ഇവിടെ വന്നു. ഇതാണ് അനുഭവം. മിങ്കിളാവാതെയും പരസ്പരം അറിയാതെയും നിൽക്കുന്ന, അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ളത് മാത്രമല്ല, ഹിന്ദു സമുദായത്തിൽപ്പെട്ട തന്നെ ജാതികൾ ഒരു സ്ട്രീറ്റിൽ നിന്ന് മറ്റൊരു സ്ട്രീറ്റിൽ താമസിക്കില്ല, ഒന്നിച്ച് താമസിക്കില്ല. അതാണ് നോർത്ത് ഇന്ത്യയിലുള്ളൊരവസ്ഥ. അതിനാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഗുജറാത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പോഴും സ്ഥാപനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ 300-ലേറെ സ്കൂളുകൾ ചെയ്തിട്ടുണ്ട്. ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലും മറ്റ് നോർത്ത് ഈസ്റ്റിൽ ഓൾമോസ്റ്റ് ത്രിപുര, ആസാം എല്ലാ സ്റ്റേറ്റിലും ചെയ്തിട്ടുണ്ട്. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ 120 പ്രാഥമിക വിദ്യാലയങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ, പരമ്പരാഗത ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ സുന്നികൾ തന്നെ വിഘടിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ 4 സുന്നികളുണ്ടല്ലോ. അപ്പോൾ 4 സംഘടനകളുണ്ട്. ആ സംഘടനകൾ യോജിക്കുന്നതിൽ എന്തെങ്കിലും യോജിച്ച് പ്രവർത്തിക്കുന്ന ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് അല്ല, ഇവിടെ എറണാകുളത്ത് തന്നെ ഒരുമിച്ച് സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സുന്നികൾ ലയിക്കുക എന്നൊരു പ്രോസസ്സ് ഇത് സാധ്യമാണോ? അത് അത്ര അത്യാവശ്യമൊന്നുമല്ല, അസാധ്യവും അല്ല.
അല്ല ഈ അതിന്റെ പ്രശ്നം ഈ പരമ്പരാഗത ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലുള്ള ഈ സിങ്കററ്റിക് ഇസ്ലാം ഉണ്ടല്ലോ. അല്ല, പരമ്പരാഗത ഇസ്ലാമിൽ തന്നെയാണല്ലോ മദ്ഹബുകൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നയങ്ങളും പോളിസിയൊക്കെ ഉണ്ടാവാം. അത് സംഘടനാപരമായ വിഷയങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിലോ മറ്റൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്നിൽ കൂടുതൽ സംഘടന എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, മുസ്ലിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നവർ തന്നെ അതിലൊരു വിഭാഗം സുന്നികൾ ഒന്നിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല സുന്നികൾ ബഹുദൈവ വിശ്വാസികളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് എന്നാണല്ലോ മുജാഹിദ് പറയുന്നത്. അടിസ്ഥാനപരമായ അപ്പൊ ഈ രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യം കാണുന്നുണ്ടോ? എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണം എന്ന് പറയും. അതെ, അപ്പൊ അത് രാഷ്ട്രീയ താല്പര്യമാണ്. സുന്നികൾ വേറെയാണ് എന്ന് പറയുന്നത് അവരുടെ വേറിട്ടൊരു താല്പര്യവും ആണ് എന്ന് വെക്കണം. അല്ല, ഈ സുന്നികൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു സാധ്യത? അല്ല, സുന്നികൾ ഇപ്പോൾ വളരെ അടുത്തിട്ടാണുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം മംഗലാപുരത്ത് വലിയൊരു കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു. അതിൽ സുന്നികളെല്ലാം യോജിച്ചുകൊണ്ടാണ് നടന്നത്. അതുപോലെ എറണാകുളത്ത് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ സുന്നികൾ സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. സുന്നികൾക്കിടയിൽ അങ്ങനെയുള്ള തർക്കങ്ങൾ ഇപ്പോഴില്ല.